അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മനുഷ്യൻ മരണശേഷം പുനർജീവിക്കപ്പെടുമെന്നും അങ്ങനെ മഹ്ശറിൽ ഭൂമിലോകത്തെ അവൻ്റെ കർമ്മങ്ങൾ വിചാരണയ്ക്കായി അവൻ ഒരുമിച്ച് കൂടപ്പെടുക തന്നെ ചെയ്യുമെന്നും ആ ദിനം അത്യധികം പ്രയാസകരവും ദുരന്തപൂർണ്ണമായിരിക്കുമെന്ന് ഹദീസുകൾ നമ്മെ പഠിപ്പിക്കപ്പെടുന്നു. എന്നാൽ ഇതൊന്നും ഏശാത്തെ 7 വിഭാഗം ആളുകൾ അള്ളാഹു തൻ്റെ തണലിനാൽ തണലിട്ട് കൊടുക്കുന്നു. അതിലൊരു വിഭാഗമാണ് ഷാബുൻ നശഅ ഫി ഇബാദത്തി റബ്ബിഹി, ദൈവാരാധനയിൽ വളരുന്ന യുവത്വമാണ്. നമുക്കറിയാം, യുവത്വം എന്നത് മനുഷ്യജീവിതത്തിൻ്റെ സുവർണ കാലഘട്ടമാണ്. ഒരു ഭാഗത്ത് യുവത്വത്തിൻ്റെ ചോരത്തിളപ്പും മറുഭാഗത്ത് പിശാചിൻ്റെ സകല പ്രലോഭനങ്ങളും, രണ്ടിനും വശംവദനാകാതെ അള്ളാഹുവിനെ ഓർത്ത് ജീവിക്കുന്ന യുവത്വമാണ് ഇവിടെ അള്ളാഹു ഹദീസിലൂടെ പ്രവാചകൻ നമ്മെ പഠിപ്പിക്കപ്പെടുന്നത്. ഇന്ന് ആധുനിക സമൂഹം അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്നത് ദിശാബോധം നഷ്ടപ്പെട്ട ഒരു പറ്റ യുവതലമുറ കാട്ടിക്കൂട്ടുന്ന അക്രമാസക്തമായ പ്രവർത്തനങ്ങളാണ്. അതുകൊണ്ട് നമുക്ക് നമ്മുടെ യുവതലമുറകളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഈ റംദാനിൽ വിശുദ്ധമാക്കപ്പെട്ട ഈ മാസത്തെ അള്ളാഹുവിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. നാളെ മഹ്ശറിൽ അള്ളാഹുവിൻ്റെ അർശിൻ്റെ തണൽ കിട്ടുന്ന സൗഭാഗ്യന്മാരായ യുവതലമുറകളായി നമ്മുടെ യുവതലമുറകളെ മാറ്റട്ടെ. റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിന വദുരിയാത്തിന ഖുർറത അയ്ൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. അസ്സലാമു അലൈക്കും.